നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഈ മാസം അവസാനം വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ എണ്ണം 15,000-ആണ്. ആ 15,000 സർക്കാർ ജീവനക്കാരും ഒരാനുകൂല്യങ്ങളും ലഭിക്കാതെ വിരമിക്കേണ്ടി വരുമെന്ന ദുരവസ്ഥയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട വായ്പാ തുക നൽകാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി വായ്പാ തുക ആവശ്യപ്പെട്ട് കത്തെഴുതരുതെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തിന് ആഴ്ചകൾക്ക് മുൻപേ 3,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി കേന്ദ്രം നൽകിയിരുന്നു. അതിന് പിന്നാലെ 3,000 കോടി രൂപ കടമെടുക്കുകയും ചെയ്തു. ഇത് കൂടാതെയാണ് അടിയന്തരമായി 9,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിനെ സമീപിച്ചത്. വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് സംസ്ഥാനം നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ ബോധവാനായത്. അതിനു പിന്നാലെ ധനമന്ത്രിയോട് നിർദ്ദേശിച്ചു കേന്ദ്രത്തെ സമീപിക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് അടിയന്തരമായി കത്തെഴുതാൻ സംസ്ഥാന ധനകാര്യമന്ത്രി തീരുമാനിച്ചത്. ഇതിന് ചുട്ട മറുപടി തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വായ്പ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചത് കേരളത്തിൻ്റെ വഴിവിട്ട നീക്കമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് നേട്ടം കൊയ്യാമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതിയത്. അതിനുവേണ്ടി കപിൽ സിബലിനെ തന്നെ അഭിഭാഷകനായി നിയോഗിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിനെ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല. കടമെടുപ്പ് പരിധി പൂർണ്ണമായും തള്ളിക്കളയണം, കടമെടുപ്പ് പരിധി പൂർണ്ണമായും ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കാരണം വായ്പാ പരിധി എന്നുള്ളത് റിസർവ് ബാങ്ക് അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു സംവിധാനമാണ്. അത് കേരളത്തിന് ബാധകമാക്കരുത്. കേരളത്തിന് എത്ര വേണമോ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കണം. ഇതാണ് കേരളത്തിൻ്റെ ആവശ്യം. ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് നിയമത്തിൽ ഇളവ് വരുത്താനാകില്ല എന്ന് സുപ്രീം കോടതി പറയുകയും കേരളത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്തില്ല. ഇപ്പോൾ ഇത് 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഹർജി. ഈ രീതിയിലാണ് കേന്ദ്രത്തെ കേരളം വെറുപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തെ സമീപിച്ചത്. അതിന് തക്ക മറുപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഇപ്പോൾ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. 15,000-ഓളം ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത്. ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യം നൽകാൻ വേണ്ടി മാത്രം 9,000 കോടി രൂപയോളം വേണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ കണക്ക്. ഈ വർഷം സംസ്ഥാനത്തിന് 37,512 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതിയുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആദ്യ 9 മാസം എത്ര കോടി വായ്പ എടുക്കാൻ അനുമതിയുണ്ട് എന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് കിട്ടിയിരുന്നില്ല. ഈ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധിയെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. ഈയിടെയാണ് കേരളത്തിന് 3,000 കോടി കടമെടുക്കാനുള്ള അനുവാദം സംസ്ഥാനം നൽകിയത്. വായ്പാ പരിധിയിൽ നിന്നാണ് 3,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 9,000 കോടി രൂപയുടെ അനുമതി കൂടി തേടിക്കൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചത്. സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്കുള്ള 6 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ തന്നെ കുടിശ്ശികയാണ്. ഈ ക്ഷേമ പെൻഷൻ്റെ 1 മാസത്തെ ഗഡു അടുത്ത ആഴ്ച നൽകാനാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടിയിരുന്നത്. ഇതിനു വേണ്ടി മാത്രം 9,000 കോടി രൂപയുടെ ആവശ്യം വരും. ഇതാണിപ്പോൾ നടക്കാൻ സാധ്യതയില്ലാതിരിക്കുന്നത്. അതിനുശേഷം അടുത്ത മാസം ആദ്യം സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകണം. കഴിഞ്ഞ മാസം തന്നെ ശമ്പളം മുടങ്ങിയിരുന്നു. ഇതുവരെ ശമ്പളം നൽകാനുള്ള തുകയുടെ 10-1 പോലും സംസ്ഥാന ഖജനാവിലില്ല എന്നുള്ളതാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ മാസവും സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം വൈകും, ശമ്പളം മുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതു സർക്കാരിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ മാസം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലുള്ള പാളിച്ചകളുമാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴാൻ കാരണമെന്ന് ധനകാര്യ വിദഗ്ധർ തന്നെ പറയുന്നു. കേരളത്തിന് ലഭിക്കേണ്ട വായ്പയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. കടമെടുപ്പിൻ്റെ പരിധി എടുത്തു കളയണമെന്ന ധിക്കാരപരമായ നിലപാടാണ് കേരളം കോടതിയിൽ സ്വീകരിച്ചത്. ഈ സാമ്പത്തിക വർഷം 32,432 കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശമുള്ളത്. സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ അത് 34,230 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞതായും കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പകൾ കൂടി
അനുവദിച്ചാൽ കേരളത്തിൻ്റെ വായ്പാ പരിധി 48,049 കോടി രൂപ ആണ്. പരിധി പ്രകാരമുള്ള 11,731 കോടി രൂപയ്ക്ക് പുറമെ 2,000 കോടി രൂപ വായ്പ ഉൾപ്പെടെ 13,608 കോടി രൂപ നൽകാമെന്നും കേസ് പിൻവലിക്കാനും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും കേരളം കൂട്ടാക്കിയിരുന്നില്ല. കടമെടുക്കാനുള്ള പരിധി മാറ്റണമെന്നും കടമെടുപ്പിനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമാണ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി ആവശ്യപ്പെട്ടത്. 4 ലക്ഷം കോടി രൂപയുടെ പൊതുകടത്തിലേക്ക് കൂപ്പുകുത്തിയ കേരളം വീണ്ടും കടമെടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇതാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ മുഖ്യ ഉത്തരവാദി ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് തന്നെയാണ്. അന്നുണ്ടായ അപകടത്തിൽ നിന്ന് കരകയറാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ശ്രമമുണ്ടായില്ല. ഇപ്പോഴും തെറ്റായ ധനകാര്യ മാനേജ്മെൻറ്റ് തന്നെയാണ് തുടരുന്നത്. നികുതി പിരിവിലും ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിലും അഴിമതി തടയുന്നതിലും സർക്കാർ പരാജയപ്പെട്ടതാണ് ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണം. നികുതി പിരിവിലെ പരാജയവും ദുർച്ചെലവുമാണ് ശമ്പളമോ പെൻഷനോ കൊടുക്കാനാകാത്ത അത്രയും ഗുരുതരമായ ധനപ്രതിസന്ധിക്ക് കാരണമായത്. ചരിത്രത്തിലെ ഏറ്റവും മോശം പദ്ധതി ചെലവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമുണ്ടായത്. എന്നിട്ടും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മൗനം പാലിക്കുന്നു. അതുമാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ധൂർത്തും ഈ ധനകാര്യ പ്രതിസന്ധിക്ക് മറ്റൊരു കാരണമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി കോടികൾ ചെലവിട്ട് സംസ്ഥാന സർക്കാർ തന്നെ നടത്തുന്ന പരിപാടികൾ. നവകേരള സദസ്സും നവകേരള യാത്രയും എന്ന പേരിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ ആ പരിപാടികൾക്ക് മാത്രം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനം ചെലവിട്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം ഇഷ്ടപ്രകാരം ധൂർത്തും ധനവ്യയവും നടത്തുന്നു. മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്നു. സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കാർക്കും ആവശ്യമുള്ള ദുർച്ചെലവുകൾ നടത്തുന്നു. അതിലൂടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക കെണിയിലേക്ക് വീണിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. കേവലം 1,500 രൂപയുള്ള ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവന് മരുന്നിനും അന്നത്തിനും മാത്രമായി ലഭിക്കുന്ന ഏറ്റവും തുച്ഛമായ പൈസ. ആ തുച്ഛമായ പൈസ പോലും 6 മാസമായി മുടക്കമാണ്. 6 മാസത്തെ മുടക്കം ഈ ക്ഷേമ പെൻഷൻ്റെ പേരിലാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയത് തന്നെ. സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ തന്നെ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. അവശ്യ സാധനങ്ങളൊന്നും തന്നെ സിവിൽ സപ്ലൈസിൻ്റെ കടകളിൽ ലഭ്യമാകാനില്ല. കാരണം സംസ്ഥാനം സിവിൽ സപ്ലൈസിന് കൊടുത്തു തീർക്കാനുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക നൽകാതെ സിവിൽ സപ്ലൈസിന് തന്നെ മൊത്ത വിതരണക്കാർ സാധനം നൽകുകയില്ല. ഈ സാഹചര്യത്തിലാണ് സിവിൽ സപ്ലൈ സ്ഥാപനങ്ങൾ പോലും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കിഫ്ബി അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെ ചട്ടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങിയ കേരളം ഇപ്പോൾ ഒടുവിൽ അടച്ചു തീർക്കാൻ കഴിയാത്ത സാമ്പത്തിക കുരുക്കിലേക്ക്, സാമ്പത്തിക കുഴിയിലേക്ക്, പടുകുഴിയിലേക്ക് വീണ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരു പോലെ കേന്ദ്ര സർക്കാരിനെതിരെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിനെ ശത്രുക്കളാക്കി മാറ്റിയത്. അതിൻ്റെ തിക്തഫലമാണിപ്പോൾ സംസ്ഥാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മാസം അവസാനം സംസ്ഥാനത്തെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന 15,000-ഓളം ജീവനക്കാരുടെ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. അവർക്ക് വിരമിക്കൽ ആനുകൂല്യവും മറ്റുമായി നൽകേണ്ടത് 9,000-ഓളം കോടി രൂപയാണ്. അതിനുള്ള നയാ പൈസ സർക്കാരിൻ്റെ ഖജനാവിലില്ല. അതുമാത്രവുമല്ല, ഇവർക്ക് ഈ ആനുകൂല്യങ്ങൾ എന്ന് നൽകാനാകുമെന്ന് സംസ്ഥാന സർക്കാരിന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നിലവിൽ വിരമിക്കുന്ന ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകേണ്ടതില്ല. ഇവിടെ 6 മാസക്കാലം ക്ഷേമ പെൻഷൻ കൊടുക്കാത്തപ്പോഴും ജനങ്ങൾ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ വിരമിക്കുന്ന ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ നടപടികൾക്ക് പൊക്കോട്ടെ, അത് അവിടെ വെച്ച് കാണാം. നിലവിൽ അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ പണമില്ല എന്ന് അവരെ കൃത്യമായി അറിയിക്കുക, ആ പണം നൽകാതിരിക്കുക എന്നതാണ് ഇനി ധനവകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്.